ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമല്ലേ? അപ്പം എല്ലാ ദിവസവും സെയിം വീഡിയോ തന്നെയാണ്, വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഇന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോകുന്ന റൂട്ടൊന്ന് ചേഞ്ച് ആക്കി. കാരണം എൻ്റെ റൂമൊന്ന് ചേഞ്ച് ആക്കിയിരുന്നു. അപ്പം റൂട്ടും ചേഞ്ച് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൊലപാതക കാരണം മകൾ രാത്രിയിൽ പുറത്തു പോകുന്നതിനെ ചൊല്ലിയെന്ന്. ഇതിൻ്റെ പ്രധാന കാരണം നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുന്നത് കൊണ്ടാണെന്നാണ് വാർത്തയിൽ ഞാൻ കേട്ടത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയൊക്കെ കൊല്ലാനാണെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ 4-5 പ്രാവശ്യം ഇപ്പം കൊല്ലേണ്ട സമയം കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അല്ല, അതിൻ്റെ പൊരുൾ ഇത്ര നാളായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒരാണിന് പുറത്തിറങ്ങി നടക്കാമെങ്കിൽ തീർച്ചയായും ഒരു പെണ്ണിന് പുറത്തിറങ്ങി നടക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ദുബായിലാണ്. ഇവിടെ ഇപ്പോൾ സമയം എത്രയെന്നറിയോ? രാത്രി 12:30. നിങ്ങൾ നോക്കിയാൽ എത്രയോ ആൾക്കാരാണ് ഈ പുറത്തിറങ്ങി നടക്കുന്നതെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആർക്കും ആരെയും പേടിക്കാണ്ട് പുറത്തിറങ്ങി നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ ആരാണല്ലേ നീ ഇത് പറഞ്ഞിട്ട് എന്തെടുക്കാനാ, വാ നമുക്ക് ഫുഡ് കഴിക്കുക. നല്ല ചൂട് കഞ്ഞിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ഹാർട്ടുമാണ് കേട്ടോ ഇന്ന്. പിന്നൊരു കാര്യം, ഇതിൻ്റെ രുചി പറയുകയാണെങ്കിൽ അടിപൊളി. ഞാനുണ്ടാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെയല്ലേ വരൂ. ഇത് പിന്നെ പുതിയ റൂമായതുകൊണ്ട് ഈ റൂമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് സാവധാനം ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇനി അടുത്ത പ്ലാൻ എന്താണ്? നാളെ ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കണോ, അതോ രാവിലെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കിയാൽ മതിയോ എന്നൊക്കെ ഈ ഒരു ടൈമിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ താടി ഇങ്ങനെ താങ്ങിക്കൊണ്ടായിരുന്നു കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അപ്പൻ്റെ അപ്പൻ ചാച്ചൻ എപ്പോഴും എന്നെ വഴക്ക് പറയായിരുന്നു, തലയിൽ കൈ വെച്ച് കഴിച്ചുകൂടാ, അതങ്ങനെ ചെയ്തുകൂടാ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാൻ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അറിയാതെ ഇങ്ങനെ താടിക്ക് കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരും. പക്ഷേ അപ്പം തന്നെ ഞാൻ കൈയെടുത്ത് മാറ്റുകയും ചെയ്യും കേട്ടോ. കാരണം അവർ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥം അതിലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മൾക്കത് പറഞ്ഞു തരുന്നത്. അവർക്കറിയാവുന്ന കാര്യം അവർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് അന്ന് അങ്ങനെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ മറന്നിട്ടില്ല ഒരു കാര്യവും. അതായത് എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ അതൊന്നും ഞാൻ മറക്കുകയില്ല. കഞ്ഞി കുടിച്ചിട്ട് അവസാനം കിട്ടുന്നൊരു ഫീല്, ആ കഞ്ഞിവെള്ളം മൊത്തം കുടിച്ച് തീർക്കുമ്പോൾ എൻ്റെ പൊന്നെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞൊരു കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം കിടന്നുറങ്ങുക എന്നുള്ളതാണ്. കാരണം നാളെ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകണ്ടല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ എഴുന്നേൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കിടന്നുറങ്ങുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 2 മണിയായിട്ടുണ്ടാവും കേട്ടോ. 2 മണിയായിട്ടുണ്ട്, ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി സമയമില്ല നമുക്ക് കിടന്നുറങ്ങാൻ. അപ്പം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി ഇനി അടുത്ത പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് രാത്രി കിടന്നുറങ്ങി. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്.